ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് യൂണിവേഴ്സ് ഈ പ്രപഞ്ചം നിങ്ങൾക്കായി തരുന്ന ഡിവൈൻ മെസ്സേജ് എന്താണ്? നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഡിവൈൻ സ്പിരിറ്റ് ടാരോ, പ്ലീസ് ഗൈഡ് മീ ഇൻ ദിസ് റീഡിംഗ്. എൻ്റെ വ്യൂവേഴ്സിന് ഉള്ള ഡിവൈൻ മെസ്സേജ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ പ്രപഞ്ചം പറയാൻ ആഗ്രഹിക്കുന്ന ഡിവൈൻ മെസ്സേജ് കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 and card number 3. സോ നിങ്ങളുടെ കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 10 of swords, Queen of wands, the Hierophant എന്ന് പറയുന്ന കാർഡാണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് Ace of swords ആണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച, ഒരുപാട് വേദനകൾ സഹിച്ച ഒരു വ്യക്തിയാണ്, ഒരുപാട് ഭാരങ്ങൾ പേറിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഒരുപാട് വേദനകൾ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ തറച്ച മുറിവുകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ ആ ഒരു വേദനയുടെ മാക്സിമത്തിലെത്തി. ഇനി നിങ്ങൾക്കതിൽ നിന്നൊരു റിക്കവറിയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു റിക്കവറിയാണ്. ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവർ, അതിൽ രസം കാണുന്നവർ, അതിൽ ഒരു സുഖം കണ്ടുപിടിക്കുന്നവരൊക്കെ ഒന്ന് ഞെട്ടാൻ പോകുന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി നിങ്ങളുടെ ലൈഫിൽ രക്ഷയില്ല, പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില റിലേഷൻഷിപ്പുകൾ, ചില ഭാരങ്ങൾ, ചില ബാധ്യതകൾ ഒക്കെ നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആളുകളുടെ മുന്നിൽ നിങ്ങളുടേതായ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി പോവാണെന്ന് വേണം പറയാൻ. അതായത് നിങ്ങൾ ചില പാഷനിലേക്കൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്നൊരു സമയമാണ്. നിങ്ങളുടെ കരിയറിലൊക്കെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത്, നിങ്ങളെ ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നിടത്ത് കാര്യങ്ങൾ വരും. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവും, നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ആളുണ്ടാവും. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു എനർജി, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങളുടെ ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു സമയം തന്നെയാണ്.